ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാദൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരുപാട് പേർക്ക് പ്രയോജനമുള്ളതാണ് കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ മുഖത്തുണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ അടിപൊളി നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഹോം റെമഡിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്ന സമയത്ത് ഒരാൾ ചോദിച്ചായിരുന്നു, കമൻറ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ മുഖത്തുണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഒക്കെ എങ്ങനെ റിമൂവ് ചെയ്യാൻ വല്ല ഹോം റെമഡി ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഹോം റെമഡി തയ്യാറാക്കുന്നത് നോക്കാം. ഇത് ഒരുപാട് എഫക്റ്റീവാണ് കേട്ടോ. നിങ്ങൾ ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ മുഖത്ത് നല്ല ഒരു ഗ്ലേസിങ്ങും അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് ബ്ലാക്ക് ഹെഡ്സ് പൂർണ്ണമായിട്ട് റിമൂവ് ആവും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ആദ്യം തന്നെ നമുക്കൊരു ബൗളിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂണോളം കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. ഏത് കോഫി പൗഡർ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിവിടെ നെസ്കേഫയുടെ കോഫി പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നല്ലൊരു സ്ക്രബായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒന്ന് തന്നെയാണ് കേട്ടോ നമ്മുടെ കോഫി പൗഡർ എന്ന് പറയുന്നത്. കണ്ടില്ല, ഞാൻ അവിടെ നെസ്കഫയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഒരു മുട്ടയുടെ വെള്ള കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത് കുറച്ച് വലിപ്പമുള്ള മുട്ടയായതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. കുറച്ച് അധികം ഉണ്ടാവും ഇതിനകത്ത് വെള്ളം. അപ്പോൾ നമുക്ക് കുറച്ച് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും മാത്രം മതി. ഇനി നമ്മളിത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. നല്ല ഒന്നാം തരം ഹോം റെമഡി തന്നെയാണ് കേട്ടോ. നമ്മൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് ഉപയോഗമുള്ളതാണ്. നമ്മുടെ മുഖത്ത് നല്ല ഗ്ലോയിങ് ഒക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ പ്രധാനമായിട്ട് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് മാറും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല എഫക്റ്റീവാണ് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകുന്ന അടിപൊളി ഒരു ഫേസ് പാക്ക് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നല്ലതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കണം. കാരണം നമ്മുടെ മഞ്ഞൾപ്പൊടിയും മുട്ടയും അതുപോലെ തന്നെ നമ്മുടെ കോഫി പൗഡർ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ നമ്മൾ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ഫേസ് പാക്ക് ഇത് അവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ മുഖം നല്ലതുപോലെ കഴുകിയതിന് ശേഷം മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാൻ ജസ്റ്റ് ഇവിടെ കയ്യിലൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മുഖത്താണ് കേട്ടോ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ളത്. എന്നിട്ട് നല്ലതുപോലെ മസാജ് ചെയ്തെടുത്താലും മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതൊരു വാക്സ് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്താ ജസ്റ്റ് കൈ വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ജസ്റ്റ് കയ്യിലോട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളിത് മുഖത്താണ് കേട്ടോ ഇടാനുള്ളത്. ഞാൻ ജസ്റ്റ് കയ്യിൽ കാണിച്ചു തരുന്നതേ ഉള്ളേ. മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് നല്ലൊരു സ്ക്രബായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. നല്ലതുപോലെ തന്നെ മസാജ് ചെയ്ത് കൊടുത്തിട്ട് മുഖം നല്ലതുപോലെ കഴുകി കഴിഞ്ഞാൽ നല്ല ഗ്ലോയിങ് ആയിട്ടും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ആവും കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു വാക്സ് ആയിട്ട് ഉപയോഗിക്കാം. ഇത് മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ടിഷ്യൂ പേപ്പർ മുഖത്ത് ഇങ്ങനെ ഒട്ടിച്ച് വെക്കണം. നമ്മൾ ടിഷ്യൂ പേപ്പർ എടുക്കുമ്പോൾ ഒരു 2 ലെയർ ആയിരിക്കും. അത് 1 ലെയർ ആക്കി എടുത്തതിന് ശേഷം നമ്മൾ മുഖത്ത് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്താൽ അതിലൊരു വാക്സ് ആയിട്ട് ഉപയോഗിക്കാം. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഇത് നല്ല അങ്ങ് ഉണങ്ങിയിട്ട് നമുക്ക് ആ ടിഷ്യൂ പേപ്പർ എടുക്കാൻ തന്നെ കുറച്ച് പ്രയാസമായിരിക്കും. പക്ഷേ നമുക്ക് അറിയാൻ പറ്റും, ഇങ്ങനെ എടുക്കുമ്പോൾ അറിയാൻ പറ്റും നമ്മുടെ മുഖത്തുണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ആയിട്ടുണ്ടാവും. അങ്ങനെയും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ടിഷ്യൂ പേപ്പർ കുറച്ച് തിന്നായിട്ടുള്ളത് എടുക്കാൻ ശ്രമിക്കണം. 2 ലെയർ ആണെങ്കിൽ അത് 1 ലെയർ ആക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് മുഖത്തിട്ട് കൊടുക്കണം കേട്ടോ. മുഖത്ത് ഫുള്ള് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ മുട്ടയുടെ വെള്ള ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കൊടുത്ത് ഒരു 10-15 മിനിറ്റിന് ശേഷം മാത്രമേ ഇത് റിമൂവ് ആക്കി എടുക്കാവുള്ളൂ കേട്ടോ. ടിഷ്യൂ പേപ്പർ എടുത്ത് മാറ്റാവുള്ളൂ. ഞാൻ പെട്ടെന്നൊന്ന് എടുത്ത് കാണിക്കാൻ പോവുകയാണ്. നിങ്ങളൊരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടിരിക്കും. കണ്ടില്ലേ, ജസ്റ്റ് ഇപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട്. ഇത് നല്ലപോലെ ഡ്രൈ ആയിട്ടില്ല. ഞാൻ പെട്ടെന്ന് എടുത്തുകൊണ്ടാണ് ഇതുപോലെ ഇളക്കിയെടുക്കണം. നമ്മൾ ഇളക്കിയെടുക്കുന്ന സമയത്ത് നല്ല ഒരു ഗ്ലേസിങ് ആയിരിക്കും നമ്മുടെ മുഖത്ത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ മുഖത്തുണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ആയിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ നല്ലതുപോലെ മസാജ് ചെയ്തിട്ട് വെള്ളം ഉപയോഗിച്ച് കഴുകിയെടുത്താൽ നല്ലൊരു ഗ്ലോയിങ് ആയിരിക്കും. അതുപോലെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഹോം റെമഡി നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടമാകും. ഉറപ്പായിട്ടും എല്ലാവരും ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കണേ. ഈ മുഖക്കുരുവൊക്കെ വന്നിട്ട് മുഖം മൊത്തം ഡള്ളായിട്ടിരിക്കുന്നവർക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റും നല്ലൊരു ഫേസ് പാക്ക് തന്നെയാണ്. നല്ലൊരു സ്ക്രബാണ് കേട്ടോ ഉറപ്പായിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കണ്ട. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.